നമസ്കാരം. ഇന്ന് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ. രക്താതിസമ്മർദ്ദത്തിന് അവബോധം ഉണ്ടാക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും സാധാരണക്കാരിലേക്ക് ഈ അറിവ് എത്തിക്കാനും വേണ്ടി ലോകമെമ്പാടും ആചരിക്കപ്പെടുന്ന ദിവസം വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ. ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതുന്നത് BP എന്നാണ്. BP അല്ല ഹൈപ്പർ ടെൻഷൻ. BP എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ മാത്രം. ഹൈപ്പർ ടെൻഷൻ എന്നാൽ രക്താതിസമ്മർദ്ദം. അപ്പോൾ നോർമൽ BPയേക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ. ഉയർന്നു നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് നേരത്തേക്ക്, ക്ഷണിക്കുന്ന നേരത്തേക്ക് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ആരോഗ്യമായിട്ട് കശപിശ ഉണ്ടായി, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ വരുന്ന ടെൻഷൻ, അല്ലെങ്കിൽ ഉറക്കം നിന്ന്, ഇപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി ഉറക്കം ശരിയായില്ല, എനിക്ക് എൻ്റെ ക്ഷീണം തോന്നുന്നുണ്ട്, അപ്പോൾ എൻ്റെ BP കൂടാം. ആൻഡ് തൊട്ട അയലത്ത് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ശബ്ദകോലാഹലം, ഈ വായു മലിനീകരണം, ഇവ കാരണമൊക്കെ ആ നേരത്തേക്ക് നമ്മുടെ നോർമൽ BP ഉള്ള ആൾക്കും BP കൂടി കാണാം. എന്നാൽ 3 അവസരങ്ങളിൽ, പ്രത്യേകിച്ച് 3 ദിവസങ്ങളിലായിട്ട് BP നോക്കുമ്പോൾ 3 ദിവസവും 140-90 മുകളിലാണ് നിങ്ങളുടെ BP എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം ഉണ്ട് എന്നാണ്. അപ്പോൾ ഇനി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം BP നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിന് മരുന്ന് കഴിച്ചാൽ മതി എന്ന് ചിലരുടെ ധാരണയുണ്ട്. അവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ തലവേദന, തലയിൽ വിമ്മിഷ്ടം, വിങ്ങൽ, പിന്നെ നെഞ്ചിൽ ഇടിപ്പ്, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വന്നാൽ മാത്രം മരുന്ന് കഴിച്ചാൽ മതി. പിന്നെ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, രക്താതിസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നത് അത് അറ്റ് ദ ടൈം ഓഫ് ഡയഗ്നോസിസ്, എന്ന് വെച്ചാൽ ഈ രോഗം നിർണ്ണയിക്കപ്പെടുന്ന ആ നിമിഷം തന്നെ മരുന്ന് കഴിച്ചു തുടങ്ങണം. ആൻഡ് യൂഷ്വലി ഹൈപ്പർ ടെൻഷന് വേണ്ടിയുള്ള മരുന്ന് ലൈഫ് ലോങ് ആണ്. ആയുസ് മുഴുവൻ കഴിക്കേണ്ടി വരാം. പ്രത്യേകിച്ച് ഒരു പ്രായം കടന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ആണ് യൂഷ്വലി ഈ മരുന്ന് തുടരാറുള്ളത്. അതിനാൽ അതിനെക്കുറിച്ചൊരു കൺഫ്യൂഷനും വേണ്ട. പ്ലീസ് നോട്ട് ദ പോയിന്റ്. പിന്നെ ഇപ്പോൾ ഈ 140-90 മുകളിലാണ് നിങ്ങളുടെ BP. നിങ്ങളിപ്പോൾ BP നോക്കുന്നത് മിക്കവാറും ഇതുപോലത്തെ ഒരു ഉപകരണത്തിലായിരിക്കുമല്ലോ അല്ലേ. ഇതൊരു ബ്രാൻഡ് പ്രൊമോഷനൊന്നുമല്ല. ഈ ഉപകരണം ഒരു ഡിജിറ്റൽ BP മോണിറ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ കഫും പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. വേറെ ഒരാളുടെ സഹായമൊന്നും വേണ്ട, സ്റ്റെത്തോസ്കോപ്പിൻ്റെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്ന ഒരു ഉപകരണം. പക്ഷേ ഇതിനൊരു ചില പൊടിക്കൈകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കാനുണ്ട്. ചെറിയ കാര്യങ്ങളായിട്ട് തോന്നാം, എന്നാൽ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ BP ഉണ്ടെങ്കിൽ പോലും അത് വളരെ കൂടുതലായിട്ട് കാണപ്പെടാം. അപ്പോൾ എന്താണ് ഈ ചെറിയ കാര്യങ്ങൾ? ഒന്ന് പ്രധാനമായിട്ടും കഫിൻ്റെ സൈസാണ്. ഈ കഫ് അഡൾട്ട് സൈസാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അഡൾട്ട് സൈസിനുള്ളതാണ്. ഒരു സാധാരണ, അതായത് മോഡറേറ്റ് സൈസുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ്. വളരെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത് പറ്റില്ല എന്ന് മാത്രമല്ല, കുട്ടികൾക്കും ഇതൊട്ടും പറ്റില്ല. വളരെ സ്ലിം ആയിട്ടിരിക്കുന്നവർക്കും ഇത് നല്ലതല്ല, ഇത് അനുയോജ്യമല്ല. അപ്പോൾ കഫ് സൈസ് കറക്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈക്ക് ആവശ്യമായിട്ടുള്ള കഫ് സൈസ് തന്നെ ആയിരിക്കണം. പിന്നെ ഈ കഫ് ചുറ്റുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ സ്ലീവ്, ഷർട്ടിൻ്റെ സ്ലീവോ ഈവൻ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ മുകളിൽ കൂടി ആയിരിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ BP തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്ലോത്തിങ് ഓവർ ദ കഫ് ഓർ അണ്ടർ ദ കഫ്, അത് തെറ്റായ ഒരു രീതിയാണ്. പിന്നെ ഈ കഫ് ചുറ്റിയിട്ട് ചിലപ്പോൾ ഈ വെൽക്രോ ശരിയല്ലെങ്കിൽ ചിലർ ഇതിങ്ങനെ ഞെക്കി പിടിക്കാറുണ്ട് അല്ലേ, വെൽക്രോ അവിടെ പൊസിഷനിലാക്കാം. അതും തെറ്റായ ഒരു രീതിയാണ്. കാരണം അങ്ങനെ നമ്മൾ ഞെക്കി പിടിക്കുമ്പോൾ നമ്മുടെ കൈയുടെ സമ്മർദ്ദം കൂടി ഇതിൽ പതിയും. അത് രണ്ടാമത്തെ. പിന്നെ അപ്പോൾ കഫ് സൈസിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ചായ കാപ്പി കൂടി. BP നോക്കുന്നതിന് തൊട്ട് മുമ്പ് ചായ കാപ്പി എന്നിവ കുടിച്ചാൽ നിങ്ങളുടെ BP ക്രമാതീതമായി കൂടി കാണാം. അപ്പോൾ ചായ കാപ്പി മാത്രമല്ല, ഏത് ഉത്തേജക വസ്തുവാണെങ്കിലും, ഇപ്പോൾ സിഗരറ്റ് ആണെങ്കിലും ടൊബാക്കോ, പുകയില, ഏത് രൂപത്തിലാണെങ്കിലും ഉത്തേജക വസ്തുക്കളൊന്നും കഴിച്ചിട്ട് അതിൻ്റെ തൊട്ട് മുമ്പ്, BP നോക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഉത്തേജക വസ്തുക്കൾ കഴിക്കരുത്. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, കാലുകൾ നിലത്ത് ഫ്ലാറ്റായിട്ട് വെക്കുന്നതും വെറുതെ പൊസിഷനിൽ വെക്കുന്നതും ക്രോസ് ചെയ്യുന്നതും, ഇങ്ങനെ ഒരു കാല് മറ്റേ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെക്കുന്നത് നിങ്ങളുടെ BP ഒരുപാട് വ്യത്യാസപ്പെടാൻ കാരണമാവും. അങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളുടെ BP കൂടുതലായിട്ട് കാണപ്പെടാം.
കാലുകൾ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BP കൃത്യമായിട്ട് എങ്ങനെ നോക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡെമോ ഞാനിവിടെ ചെയ്ത് അവതരിപ്പിക്കാം. അപ്പോൾ ഞാൻ രാത്രിയിൽ ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ല എന്ന് പറഞ്ഞല്ലോ. ഉറക്കപ്പിച്ചിൽ പോയിട്ട് തല എവിടെയോ ഇടിച്ചതാണ് ഈ മുഴ ആയിട്ട് കാണുന്ന, അല്ലാണ്ട് എൻ്റെ ബ്യൂട്ടി സ്പോട്ടൊന്നും അല്ലാതെ. അപ്പോൾ എൻ്റെ BP കൂടി അത് സംഭവിച്ചപ്പോൾ. കാരണം വേദന എടുക്കുമ്പോൾ നമ്മുടെ BP കൂടും, സ്ട്രെസ്സ് കൂടും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ BP കൂടുന്ന വേറൊരു പ്രമേഹവുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയുണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ. ഇൻഫാക്ട് ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പോൾ എന്ന് വെച്ചാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ക്രമാതീതമായി കുറയുമ്പോൾ BP കൂടുന്നതായിട്ടാണ് കാണുന്നത്. BPയും കൂടും, പൾസ് റേറ്റും കൂടും. ചിലവർ വേർക്കും, നെഞ്ചിരിപ്പ് കൂടാം, വിമിഷ്ടം അല്ലെങ്കിൽ ഒരു പരവേശം ഉണ്ടാവുന്ന, അങ്ങനത്തെ ഒരുപാട് ലക്ഷണങ്ങൾ പറയാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇതാണ്, പൾസ് റേറ്റും BPയും രണ്ടും കൂടും. പക്ഷെ അത് ആ സമയത്ത് ക്ഷണിക നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ BP 140-90 മുകളിൽ 3 ദിവസങ്ങളിൽ 3 ഡിഫറെൻറ്റ് ഒക്കേഷൻ, 3 സെപ്പറേറ്റ് ഒക്കേഷൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മരുന്ന് കഴിക്കണം. ആൻഡ് മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, പെട്ടെന്ന് മരുന്ന് നിർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചിലർ ചോദിക്കാറുണ്ട്. അത് വലിയ അപകടം തന്നെയാണ്. ബിക്കോസ് സ്ട്രോക്ക്, കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഒരുപാട് വരാം പെട്ടെന്ന് അങ്ങനെ മരുന്ന് നിർത്തുന്നത്. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതിൻ്റെ മരുന്ന് തുടങ്ങാനും പാടുള്ളൂ, അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിർത്തേണ്ടി വന്നാൽ അത് ഡോക്ടർ തന്നെ തീരുമാനിക്കണം, അല്ലാണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിർത്താൻ പാടില്ല. അപ്പോൾ ഈ ഒരു സൈലൻറ്റ് കില്ലറിനെ കുറിച്ച് ഈ ഒരു ദിവസം വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. വി ആർ വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു. വി വുഡ് ലവ് ടു എൻഗേജ് വിത്ത് യു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.